പ്രദേശത്തെ 20 ഹെക്ടറോളം വരുന്ന പാടശേഖരമാണ് കൃഷിയോഗ്യമാക്കാൻ കഴിയാതെ തരിശായി കിടക്കുന്നത്. റോഡിൽ നിന്നും പാടശേഖരത്തിലേക്കുള്ള 10 മീറ്ററോളം ദൈർഘ്യം വരുന്ന വഴിയിലെ റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറി 1.5 മീറ്റർ വീതിയിൽ മൺകട്ട കൊണ്ട് ഭിത്തി കെട്ടി തിരിച്ചതായാണ് കർഷകരുടെ പരാതി. ഇതുമൂലം പാടശേഖരത്തിലേക്ക് ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവും മറ്റും എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഡിൽ നിന്ന് ഇങ്ങോട്ട് റാമ്പുണ്ട്, റാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വണ്ടി വരാമായിരുന്നു. അപ്പോൾ അത് ഒരു സ്വകാര്യ വ്യക്തി അതിൽ കെട്ടി വെച്ചേക്കാണ്. പല പ്രാവശ്യം നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും വഴി നമുക്ക് തരൂലെന്ന് പറഞ്ഞു. ഇപ്പോൾ 20 ദിവസത്തിനകത്ത് കൊയ്യാൻ പ്രായമായ പാകത്തിൽ നെല്ല് നിൽക്കുന്നു. കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന് മേൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി തരിശായി കിടക്കുന്ന പാടശേഖരത്തിലെ 3 ഏക്കറിൽ നിലവിൽ നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. 20 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമായ നിലയിലാണ് നെൽച്ചെടികളിലെ കതിർമണികൾ. കൊയ്ത്ത് യന്ത്രം പാടത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കൃഷി ചെയ്ത കർഷകർ. കയ്യേറ്റമൊഴിപ്പിച്ച് പാടശേഖരത്തേക്കുള്ള വഴി സുഗമമാക്കണമെന്ന് കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യം അധികൃതർ അവഗണിക്കുന്നതായാണ് പരാതി. പാടശേഖരത്തേക്ക് 3 മീറ്റർ വീതിയിൽ റോഡിൽ നിന്നും റാമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ എന്നിവർക്ക് വർഷങ്ങളായി പരാതി നൽകി കാത്തിരിക്കുകയാണ് കർഷകർ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.